വിശദമായ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. ബാർക്കോഴയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി ആവശ്യമില്ലെന്ന് സർക്കാരിന് നിയമോപദേശം. അനുമതി ആവശ്യപ്പെട്ടുള്ള ഫയൽ ഗവർണർക്ക് അയക്കില്ല. അന്വേഷണ അനുമതി ആവശ്യപ്പെട്ടുള്ള ഫയൽ സ്പീക്കർക്ക് അയച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, നിയമോപദേശം ലഭ്യമായിരിക്കുന്നത് ഇതിനകത്ത് മറ്റ് ആശയക്കുഴപ്പങ്ങളില്ല, ഇതിൽ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുള്ള അനുമതി ആവശ്യമില്ല എന്ന രീതിയിൽ തന്നെയാണോ? വിശദാംശങ്ങൾ എന്താണ്? അപർണ, രമേശ് ചെന്നിത്തല, കെ ബാബു, വി എസ് ശിവകുമാർ ഈ മൂന്ന് പേർക്കുമാണ് കോഴ നൽകിയെന്ന് ബിജു രമേശ് വെളിപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പേർക്കെതിരെയും അന്വേഷണ അനുമതി ആവശ്യപ്പെട്ടാണ് വിജിലൻസ് സർക്കാരിനെ സമീപിച്ചത്. സർക്കാർ അനുമതി നൽകുകയും ചെയ്തു. പക്ഷേ രണ്ടുപേരും ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരാണ്. പ്രതിപക്ഷ നേതാവിനും ക്യാബിനറ്റ് റാങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഗവർണറുടെയും സ്പീക്കറുടെയും അനുമതി വേണമെന്ന നിർദ്ദേശമാണ് സർക്കാരിന് ആദ്യം ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ അനുമതി തേടാൻ തീരുമാനിച്ചത്. അപ്പോൾ തന്നെ അവ്യക്തതയുണ്ടായിരുന്നു. കാരണം ഈ കോഴ നൽകുമ്പോൾ, കോഴ വാങ്ങിയെന്ന് പറയുമ്പോൾ ആ സമയത്ത് രമേശ് ചെന്നിത്തല മന്ത്രിയോ അല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവോ ആയിരുന്നു. അദ്ദേഹം MLA മാത്രമായിരുന്നു, KPCC അധ്യക്ഷനുമായിരുന്നു. അത്തരത്തിൽ മന്ത്രിയല്ലാത്ത, ക്യാബിനറ്റ് റാങ്കില്ലാത്ത ആളുകൾക്കെതിരെ അന്വേഷണം ആരംഭിക്കാൻ ഗവർണറുടെ അനുമതി ആവശ്യമില്ല. ജനപ്രതിനിധി എന്ന നിലയിൽ സ്പീക്കറുടെ അനുമതി മാത്രമാണ് അതിന് ആവശ്യം. ആ കാര്യത്തിൽ അവ്യക്തത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സർക്കാർ ഈ ഫയൽ തയ്യാറാക്കിയ ശേഷവും വീണ്ടും നിയമോപദേശം തേടിയത്. ആഭ്യന്തര വകുപ്പിനെ പറ്റി നിയമോപദേശം രമേശ് ചെന്നിത്തലയ്ക്കെതിരായ അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി വേണ്ട എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായ ഫയൽ ഗവർണർക്ക് അയക്കേണ്ട തീരുമാനമെടുക്കുകയും ഇന്ന് സ്പീക്കർക്ക് അയക്കുകയും ചെയ്തത്. മറിച്ച് കെ ബാബുവും വി എസ് ശിവകുമാറും വരെ അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കെതിരെയുള്ള ഫയൽ ഗവർണർക്ക് അയക്കും. ഏതായാലും ഇതിലെ അവ്യക്തതകൾ നീങ്ങുകയാണ്. ഇനി സ്പീക്കറുടെ തീരുമാനമാണ് ഇതിൽ നിർണായകമാവുക. സ്പീക്കർ നാളെ കേരളത്തിൽ മടങ്ങിയെത്തും. അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്ത്, ഗുജറാത്തിലൊരു സ്പീക്കർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്ന ശേഷമാകും, അടുത്ത ആഴ്ചയാകും ഇതിൽ തീരുമാനമുണ്ടാവുക. സർക്കാരിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കുന്നു. കാരണം പ്രതിപക്ഷ നേതാവിനെതിരെ ഗവർണറാണ് അനുമതി ആവശ്യം നൽകേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ അനുമതി നൽകേണ്ടതെങ്കിൽ ഗവർണറുടെ മുന്നിൽ പ്രതിപക്ഷ നേതാവിന്റെ കത്തുകൂടിയുണ്ട്. കാരണം തനിക്കെതിരെ കള്ളക്കേസെടുക്കാൻ ശ്രമിക്കുന്നു. 2 തവണ വിജിലൻസ് അന്വേഷിച്ച് തെളിവില്ലാതെ മാറ്റിവെച്ച ഉപേക്ഷിച്ച കേസാണ്. വീണ്ടും കേസെടുക്കാനുള്ള അനുമതി നേടുന്നത് രാഷ്ട്രീയ പ്രേരിതമെന്ന രമേശ് ചെന്നിത്തല പരാതി ഗവർണറുടെ മുന്നിലുണ്ട്. ഇപ്പോൾ സർക്കാരിന് ആ ഒരു തലവേദന മാറിക്കിട്ടുന്നു. സ്പീക്കറുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അന്വേഷണത്തിൽ വസ്തുത ബോധ്യപ്പെട്ടാൽ കേസ് ചാർജ് ചെയ്തടക്കമുള്ള പ്രതികൾക്ക് നടക്കമുള്ള നടപടികളിലേക്ക് വിജിലൻസ് കടക്കാനുമാകും. റൈറ്റ്. ഏതായാലും സർക്കാരിന് കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാണ്. ബാർക്കോഴ കേസിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരായ അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി വേണ്ട എന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. സ്പീക്കറുടെ അനുമതി മതിയാകും. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം മുന്നോട്ട് പോകാൻ കൂടുതൽ എളുപ്പമാവുകയും ചെയ്തിരിക്കുന്നു. വി അരുൺ വിശദാംശങ്ങൾ നൽകിയത്. ധനകാര്യ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. CAG റിപ്പോർട്ടിലെ വിവരങ്ങൾ കിഫ്ബി സിഇഒക്ക് ചോർത്തി നൽകിയെന്ന് ആരോപിച്ചാണ് നടപടി. KS ശബരിനാഥൻ MLA ആണ് നോട്ടീസ് നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്ത് ചേരുന്നു. സജിത്ത്, വിശദാംശങ്ങൾ എന്താണ് നോട്ടീസിന്? അപർണ, നേരത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനും അവകാശ ലംഘന നോട്ടീസ് നൽകിയിരുന്നു കിഫ്ബി വിവാദവുമായി ബന്ധപ്പെട്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷം സംസ്ഥാന ധന സെക്രട്ടറിക്കെതിരെയും അവകാശ ലംഘന നോട്ടീസ് നൽകുന്നത്. അതായത് CAG റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചപ്പോൾ അത് ആദ്യമെത്തുക ധനകാര്യ സെക്രട്ടറിക്കാണ്. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർത്തി നൽകിയതിന്റെ ആദ്യപടി ഉണ്ടായത് ധനസെക്രട്ടറിയുടെ നടപടിയാണ്. കിഫ്ബി സിഇഒയ്ക്ക് അടക്കം ഇതിന്റെ വിവരങ്ങൾ ചോർത്തി നൽകിയത് രാജേഷ് കുമാർ സിംഗ് സംസ്ഥാന ധനസെക്രട്ടറിയാണ്. ഇത് നിയമസഭയോടുള്ള അവഹേളനമാണ്, സഭയുടെ അവകാശ ലംഘനമാണ്. ഇതാണ് നോട്ടീസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം. സ്പീക്കറിനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷത്തു നിന്നും KS ശബരിനാഥൻ MLA ആണ് നോട്ടീസ് നൽകിയത്. ധനകാര്യ സെക്രട്ടറിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുന്നു പ്രതിപക്ഷം. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംശയമുന നീളുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ്. കർഷക സമരങ്ങൾക്ക് പിന്നിൽ ഇടനിലക്കാരും ഏജന്റുമാരുമാണെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ഇതുവരെ ആ അന്വേഷണത്തിൽ, കാരണം കോടതികളെല്ലാം നേരിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരുടെയും മേൽനോട്ടത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ഓരോ പഴുതും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ഒരു പഴുതുമില്ലാതെയാണ് ഈ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംശയത്തിൻ്റെ നിഴൽ, ഒരു മുന പോയിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. കാരണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചോദ്യം ചെയ്യൽ ഭയന്നുകൊണ്ട് ആശുപത്രിയിലാണെന്നും കോവിഡ് ആണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള കാരണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു. ഒടുവിൽ കർഷക സമരത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ വഴങ്ങുന്നു. പ്രതിഷേധക്കാർക്ക് ഡൽഹിയിൽ പ്രവേശിക്കാൻ അനുമതി നൽകി.
ബുറാഡിയിലെ നിരങ്കരി മൈതാനത്ത് പ്രതിഷേധിക്കാൻ അനുവദിക്കുമെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ അറിയിച്ചു. തീരുമാനത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് സ്വാഗതം ചെയ്തു. സംഘർഷഭരിതമായ മണിക്കൂറുകൾക്കൊടുവിലാണ് കർഷക സമരക്കാർക്ക് മുന്നിൽ കേന്ദ്രം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. മോദി സർക്കാർ പാസാക്കിയ കാർഷിക നിയമം വലിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ചലോ മാർച്ചുമായി ആയിരക്കണക്കിന് കർഷകരാണ് രാജ്യ തലസ്ഥാനത്തേക്ക് നീങ്ങുന്നത്. ഡൽഹി ഹരിയാന അതിർത്തികളിൽ ബാരിക്കേഡിന് മുകളിൽ മുള്ളുവേലി സ്ഥാപിച്ചും കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ട് വഴിയടച്ചും കർഷകരെ കടത്തിവിടില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ്. പലയിടത്തും കർഷകരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, സ്റ്റേഡിയങ്ങൾ തന്നെ ജയിലാക്കി മാറ്റിക്കൊണ്ട് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള നീക്കത്തിലായിരുന്നു പോലീസ്. അപ്പോഴും സമരം മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നു എന്ന് വിലയിരുത്താൻ കഴിയുമോ? വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായും വലിയ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു അനുനയ നീക്കത്തിലേക്ക് തന്നെ പോകുന്നത്. പ്രത്യേകിച്ച് പ്രതിഷേധം കനക്കുകയും കൂടുതൽ കർഷകർ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലേക്ക് പ്രതിഷേധവുമായി എത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം തിരിച്ചറിയുകയായിരുന്നു. മാത്രമല്ല, നിരവധി തവണ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് മുള്ളുവേലികൾ കൊണ്ട് അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതെല്ലാം മറികടക്കുന്ന ഒരു സമീപനമായിരുന്നു കർഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ കർഷകർക്ക് പിന്തുണയുമായി കൂടുതൽ ആളുകൾ കൂടി ഈ സമരത്തിന്റെ ഭാഗമാകാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരം കൂടി അറിഞ്ഞതോടെ എന്തായാലും സമരത്തിൽ നിന്ന് കർഷകർ പിന്നോട്ട് പോകില്ല എന്നത് കേന്ദ്ര സർക്കാരിന് വ്യക്തമായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സമര നേതാക്കളുമായി ഡൽഹി പോലീസ് ചർച്ച നടത്തിയത്. അതിനുശേഷമാണിപ്പോൾ ഈ പ്രദേശം, അതായത് ബുരാഡി പ്രദേശത്ത് സമരം നടത്താം എന്ന തരത്തിലുള്ള ഒരു സാധിക്കുന്നത്. എന്തായാലും ബുരാഡിയിൽ ഇപ്പോൾ സമരക്കാർക്ക് വേണ്ട സൗകര്യങ്ങളും മറ്റുമൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോലീസ് അതോടൊപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗം അടക്കം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രദേശത്ത് സമരം ചെയ്യാൻ, അതായത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് പ്രവേശിക്കാനുള്ള ഇവിടെ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ പ്രതിഷേധക്കാർ ഈ അതിർത്തികൾ കടന്ന് ഈ പ്രദേശത്തേക്ക് ബുരാഡിയിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപർണ, അഭിലാഷ, പോലീസ് അതായത് ഈ അങ്ങനെ ഒരു മൈതാനത്തെ പ്രതിഷേധിക്കാനുള്ള അനുമതി നൽകുന്നു. ഇനി ഒരു അറസ്റ്റ് നടപടികളിലേക്ക് ഇന്ന് 2 ദിവസമായി കാണുന്ന അറസ്റ്റ് നടപടികളിൽ നിന്ന് പോലീസ് പിൻവാങ്ങുന്നു. അതും കൂടിയാണോ, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അത്തരം നടപടികളെല്ലാം പോലീസ് അവസാനിപ്പിച്ചിരിക്കുകയാണോ? തീർച്ചയായും ഇനി അത്തരം നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഈ സമരത്തെ ശിഥിലമാക്കുക എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചെയ്യപ്പെട്ട പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, സമരത്തിന് കൂടുതൽ ആളുകളുടെ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് എങ്കിൽ ഈ സ്ഥലത്ത് സമരം പ്രതിഷേധക്കാർ എത്തുകയും അങ്ങനെ ഒത്തുകൂടുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, 2 ദിവസത്തെ ദില്ലി ചലോ എന്ന പ്രതിഷേധം മാത്രമാണ് കർഷകരും ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസങ്ങൾ ഈ സമരം മുന്നോട്ട് പോകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിഷേധക്കാർ ഇവിടെ എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് KP അഭിലാഷ്, ഏതായാലും സർക്കാർ വഴങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെ. ദില്ലിയിലേക്ക് പ്രവേശിക്കാൻ കർഷകർക്ക് അനുമതി, ബുറാഡിയിലെ നിരങ്കരി മൈതാനത്ത് പ്രതിഷേധിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അറസ്റ്റ് മുതലായ നടപടിക്രമങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയാണ് പോലീസ് എന്നുള്ള സൂചനകൾ കൂടിയാണ് KP അഭിലാഷ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സത്യത്തിന് വേണ്ടി പോരാടുന്ന കർഷകരെ തടയാൻ ഒരു സർക്കാരിനും കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി. കർഷകരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം, കരിനിയമങ്ങൾ പിൻവലിക്കാൻ തയ്യാറാകണമെന്നും രാഹുൽ പറഞ്ഞു. ഇത് തുടക്കം മാത്രമാണെന്നും സത്യത്തിന് മുന്നിൽ ഈഗോ തോൽക്കുമെന്ന് പ്രധാനമന്ത്രി ഓർക്കണമെന്നും രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യവുമായി സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിക്കാതെയാണ് വിചാരണ കോടതി മാറ്റേണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതെന്നാകും സർക്കാർ വാദിക്കുക. കോടതി മാറ്റുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതിയും പ്രോസിക്യൂട്ടറും സഹകരിച്ച് നീതി നടപ്പാക്കാൻ മുന്നോട്ടു പോകണമെന്നുമായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഹൈക്കോടതി വിധിയെ തുടർന്ന് പ്രോസിക്യൂട്ടർ A. സുരേഷൻ രാജിവെച്ചിരുന്നു. കേസ് വിചാരണ തുടരാൻ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അറിയിക്കാൻ വിചാരണ കോടതി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൗരവ സ്വഭാവമുള്ള കേസായതിനാൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇല്ലാതെ വിചാരണ തൽക്കാലം തുടരാനാകില്ലെന്നാണ് അന്വേഷണ സംഘവും കോടതിയെ അറിയിച്ചത്. വിചാരണ നടപടികൾ ഡിസംബർ 2-ന് വീണ്ടും ആരംഭിക്കാനിരിക്കെയാണ് സർക്കാർ അപ്പീൽ സുപ്രീം കോടതിയിൽ നൽകുന്നതും.
കോടതി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഇരയായ നടിയും പ്രോസിക്യൂഷനും കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. 2017 ജസ്റ്റിസ് ഹരിപ്രസാദ് അധ്യക്ഷനായ ഹൈക്കോടതി ഫുൾ ബെഞ്ച് കോടതി മാറ്റ ഹർജികൾ സിംഗിൾ ബെഞ്ച് തള്ളിയാൽ സുപ്രീം കോടതിയെയാണ് ഹർജിക്കാർ സമീപിക്കേണ്ടതെന്ന് വിധി പ്രഖ്യാപിച്ചിരുന്നു. ഈ കാരണത്താലാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാതെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതും. ന്യൂസ് 18 കൊച്ചി. കങ്കണ റോണത്ത് കേസിൽ മഹാരാഷ്ട്ര സർക്കാരിന് തിരിച്ചടി. കങ്കണയുടെ ബംഗ്ലാവ് പൊളിച്ച നടപടി നിയമവിരുദ്ധമാണെന്നും നടിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടു. ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും നിയമ സംവിധാനത്തിൽ ഉത്തമ വിശ്വാസമുണ്ടെന്നും കങ്കണ പ്രതികരിച്ചു. സെപ്റ്റംബർ 9 ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ നടത്തിയ ഈ നടപടി ശക്തമായ നിയമലംഘനമാണെന്നാണ് കോടതിയുടെ പ്രാഥമിക കണ്ടെത്തൽ. സ്ഥലത്തില്ലാതിരുന്ന നടിക്ക് നിയമപരമായ സഹായം തേടാൻ സമയം അനുവദിച്ചില്ല. രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ബംഗ്ലാവ് പൊളിച്ചതെന്നാണ് സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കങ്കണയ്ക്ക് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ നഷ്ടപരിഹാരം നൽകണം. എത്ര രൂപ നൽകണമെന്ന് തീരുമാനിക്കാൻ കോടതി 5-അംഗ സമിതി രൂപീകരിക്കുകയും ചെയ്തു. 14 നിയമലംഘനങ്ങൾ ആരോപിച്ചാണ് പാലി ഹിൽസിലെ ബംഗ്ലാവ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഭാഗികമായി പൊളിച്ചത്. കങ്കണയ്ക്കെതിരെ രാഷ്ട്രീയ സമരം നടത്തുന്ന ശിവസേനയ്ക്കും ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനും ശക്തമായ തിരിച്ചടിയാണ് കോടതി വിധി. പാക് അധീന കശ്മീർ പോലെയാണ് ബോംബെ എന്ന് വിമർശിച്ചതിനെ തുടർന്നാണ് കങ്കണയും മഹാരാഷ്ട്രയിലെ ശിവസേന സർക്കാരും തമ്മിൽ പോര് മുറുകിയത്. കങ്കണയ്ക്ക് BJP പൂർണ്ണ പിന്തുണ നൽകിയതോടെ പോര് മൂർച്ഛിച്ചു. ജനാധിപത്യത്തിന്റെ വിജയമാണ് കോടതി വിധിയെന്നായിരുന്നു കങ്കണ റണാവത്തിന്റെ പ്രതികരണം. രാജ്യത്തെ നിയമ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കങ്കണ ട്വീറ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. രാജ്യത്ത് കോവിഡ് വ്യാപനം അതീവ ഗുരുതരമെന്ന് സുപ്രീം കോടതി. കോവിഡ് 2ാം ഘട്ട വ്യാപനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൌരവത്തിൽ കാണുന്നില്ലെന്നും കോടതി വിമർശിച്ചു. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ സംസ്ഥാന സർക്കാരുകൾ ജാഗ്രത പാലിക്കണമെന്നും ജസ്റ്റിസ് അശോക് ഭൂഷന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നിർദ്ദേശിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നൽകിയ കോവിഡ് സാഹചര്യ റിപ്പോർട്ടും കോടതി പരിശോധിച്ചു. എന്നാൽ രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോവിഡ് വ്യാപനം രൂക്ഷമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ആശങ്ക പടർത്തി ശബരിമല ജീവനക്കാർക്കിടയിൽ കോവിഡ് വ്യാപനം. ശബരിമല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനും ശ്രീകോവിലിലേക്ക് നിവേദ്യങ്ങൾ തയ്യാറാക്കുന്ന തിടപ്പള്ളിയിലെ ജീവനക്കാരനും രോഗം സ്ഥിരീകരിച്ചു. ശ്രീകോവിലിന് തൊട്ടുമുന്നിലെ തിടപ്പള്ളിയിൽ ജോലി ചെയ്തിരുന്ന ദേവസ്വം ജീവനക്കാരനാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് കോവിഡ് ബാധ വ്യക്തമായത്. ഇതോടെ നിലവിൽ ജോലിയിലുണ്ടായിരുന്ന 6 ജീവനക്കാരെയും നിരീക്ഷണത്തിലാക്കി. ശബരിമലയിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി തഹസിൽദാർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. ഇതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. തീർത്ഥാടന എണ്ണം കൂട്ടിയാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, വരുന്ന വഴിയിൽ തന്നെ ടെസ്റ്റ് ചെയ്യുക. ചെങ്ങന്നൂരായാലും കോട്ടയത്തായാലും തിരുവനന്തപുരത്തായാലും ഷൊർണൂരായാലും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആകുമ്പോൾ ഇങ്ങോട്ട് വരാതിരിക്കുകയാണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ തിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇവിടെ വന്ന് കെട്ടുമായിട്ട് വന്ന് പോസിറ്റീവ് ആകുന്ന ഭക്തരെ തിരിച്ചു വിടുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ മാനസിക സമ്മർദ്ദമുള്ളൊരു പരിപാടിയാണ്. ജീവനക്കാർക്കിടയിൽ രോഗവ്യാപനം ഉയർന്നതോടെ 15 ദിവസം ഇടവിട്ട് ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. സ്ഥിരം ജീവനക്കാരുടെ കാര്യത്തിലാകും ഇത്. നേരത്തെ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പല ജീവനക്കാരും പരിശോധന നടത്തിയില്ല എന്ന ആരോപണം ഉയരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഭക്തരിലേക്ക് രോഗം പടരില്ല എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 സന്നിധാനം. CPM സംസ്ഥാന സമിതി അംഗങ്ങളായ ഗോപി കോട്ടമുറിക്കലും MK കണ്ണനും പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി കേരള ബാങ്കിന്റെ ആദ്യ ഭരണസമിതി അധികാരമേറ്റു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു അധികാരമേറ്റെടുക്കൽ. സംസ്ഥാനത്തെ നമ്പർ 1 ബാങ്കായി കേരള ബാങ്ക് മാറുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നലെയായിരുന്നു കേരള ബാങ്കിന്റെ പ്രഥമ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. UDF ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പിൽ ഭരണസമിതിയിലെത്തിയ 14 പേരും ഇടതുമുന്നണിയുടെ പ്രതിനിധികളാണ്. CPMന്റെ 12 പേരും CPI, കേരള കോൺഗ്രസ് M പാർട്ടികളിൽ നിന്ന് ഓരോരുത്തരും. പ്രാഥമിക സഹകരണ സംഘങ്ങളും അർബൻ ബാങ്കുകളുമാണ് കേരള ബാങ്കിലെ അംഗങ്ങൾ. മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ലയിച്ചിട്ടില്ല. അനന്ത സാധ്യതകളുള്ള കേരള ബാങ്കിന്റെ ഭാഗമാകാൻ അവരും തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഒരു ചെറിയ പ്രദേശം 13 ജില്ലകൾ ഇതിന്റെ ഭാഗമായി മാറുമ്പോൾ ഒരു ജില്ല മാത്രം മാറി നിന്നിട്ടുണ്ട്. ആ ജില്ലയും ഇതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നത് എന്താണ് വസ്തുത. അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനി കാലതാമസമില്ലാതെ കേരള ബാങ്കിന്റെ ഭാഗമായി മാറുക എന്നാണ്. 2019 നവംബർ 29 നിലവിൽ വന്ന കേരള ബാങ്ക് ആദ്യ വർഷം 1,05,000 കോടിയുടെ ബിസിനസ് ലക്ഷ്യമാണ് കൈവരിച്ചത്. 270 കോടിയുടെ പ്രവർത്തന ലാഭവും നേടി.
ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ അച്ഛനെ മകളുടെ സാന്നിധ്യത്തിൽ അധിക്ഷേപിച്ച സംഭവത്തിൽ ASIക്കെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യത. തിരുവനന്തപുരം നെയ്യാർ ഡാം സ്റ്റേഷനിലെ ASI ഗോപകുമാറിനെ ഇന്നലെ സ്ഥലം മാറ്റിയിരുന്നു. കുറ്റാരോപിതനെതിരെ ഉചിതമായ നടപടി ഉണ്ടാകും വരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് പരാതിക്കാരൻ സുദേവൻ വ്യക്തമാക്കി. കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരാതി നൽകാനെത്തിയപ്പോഴാണ് നെയ്യാർ ഡാം സ്വദേശി സുദേവനോട് പോലീസ് മോശമായി പെരുമാറിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സുദേവൻ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ ഗ്രേഡ് ASI ഗോപകുമാർ സുദേവനോട് മോശമായി പെരുമാറുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. ഇതോടെ പോലീസ് മേധാവി തന്നെ വിഷയത്തിൽ ഇടപെട്ടു. പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് സുദേവൻ വ്യക്തമാക്കി. നിയമപാലകരെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് ബോർഡും വെച്ചിരുന്നിട്ട് ജനങ്ങൾക്ക് ജനസേവനം ചെയ്യണം എന്ന് പറയുന്ന ഇവർ ഒരു സേവനവും ചെയ്യുന്നില്ല. അത്ര മോശമായ രീതിയിൽ കാര്യം എന്നെപ്പോലെ സാധാരണക്കാരന് നാളെ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സുദേവനെ അധിക്ഷേപിച്ച ഗ്രേഡ് ASI ഗോപകുമാറിനോട് അടിയന്തരമായി ബറ്റാലിയനിൽ റിപ്പോർട്ട് ചെയ്യാൻ DGP ഉത്തരവിട്ടു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് നൽകാൻ DIGയെ ചുമതലപ്പെടുത്തി. അന്വേഷണത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഗുരുതര പിഴവെന്ന് പരാതി. പഞ്ഞി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ യുവതിയുടെ വയറിനുള്ളിലാക്കി തുന്നിക്കെട്ടി. സിസേറിയന് പുറമെ 2 ശസ്ത്രക്രിയകൾക്ക് കൂടി വിധേയയായ യുവതി ഇപ്പോൾ നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. ഇത് 22 വയസ്സുള്ള ആൽഫിന അലി. ഒരു ഡോക്ടറുടെ അശ്രദ്ധയിൽ മരണം മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതാണ് ആൽഫിന. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഡോക്ടർ പ്രസവശേഷം പഞ്ഞി ഉൾപ്പെടെ വയറിനുള്ളിൽ വെച്ച് തുന്നിക്കെട്ടി. ഇത് പുറത്തെടുക്കാൻ സിസേറിയന് ശേഷം വീണ്ടും ശസ്ത്രക്രിയ. ഇപ്പോൾ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. സിസേറിയന് ശേഷം നടത്തിയ സ്കാനിങ്ങിലാണ് അടിവയറിനുള്ളിൽ പഞ്ഞിക്കെട്ട് കണ്ടെത്തിയത്. ആന്തരികാവയവങ്ങളിൽ പഴുപ്പും നീരും കെട്ടി ഗുരുതരാവസ്ഥയിലായതോടെ തിരുവനന്തപുരം SAT ആശുപത്രിയിലാണ് തുടർ ചികിത്സയും ശസ്ത്രക്രിയയും നടത്തിയത്. ഭയങ്കരമായിട്ട് വയറുവേദന, മലർന്ന് കിടക്കാൻ പറ്റത്തില്ല, ഒരു സൈഡ് ഫുള്ളും തണുപ്പ് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ തൊട്ടപ്പോൾ തന്നെ പറഞ്ഞു ഉള്ളിൽ അണുബാധയും ചിലപ്പം അണുബാധ ബ്ലഡ് കളക്ഷനൊക്കെ ആയിരിക്കും, ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴാണ് അതിൽ കണ്ടത് അത് 250-300 ml വരെ ബ്ലഡ് പിടിക്കാൻ കഴിയുന്ന ഒരു മോപ്പും പിന്നെ ബ്ലഡ് കളക്ഷനും കൂടി അണുബാധ ആയിപ്പോയി. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ചെയ്ത ആളും മരിക്കും, നിങ്ങൾ മെഡിക്കൽ എത്തിച്ചോളാൻ പറഞ്ഞു. ആരോഗ്യമേഖലയിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്ന പ്രചരണം കൊടുമ്പിരി കൊള്ളുമ്പോഴാണ് ആൽഫിനയ്ക്ക് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നതെന്ന് പിതാവ് പറയുന്നു. ഇനി ഒരാൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് എന്ന നിർബന്ധത്തിൽ പോലീസിൽ പരാതി നൽകി കേസുമായി മുന്നോട്ട് പോവുകയാണ് ആൽഫിനയും കുടുംബവും. ഓപ്പറേഷന് വേണ്ടി കങ്കൂസ്, നൂല്, സൂചി അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൊണ്ട് തന്ന് 7000 രൂപ ആവുമെന്ന് പറഞ്ഞ് ഞാനവിടെ മെഡിക്കൽ കോളേജിൽ തോർത്ത് വിരിച്ച് ചാക്ക് വിരിച്ച് ഇരുന്ന് തെണ്ടേണ്ട ഒരവസ്ഥ എനിക്ക് വന്ന് എന്നെപ്പോലെ ഒരു അനുഭവം എന്നെക്കാളും ഗതികേട്ട സാധാരണ പാവങ്ങൾക്ക് ഉണ്ടാവരുത്. ഇതുപോലെ ഞാൻ ഒരു നിയമപാലരെയും നമ്മൾ കുറ്റം പറയുന്നില്ല, ആരെയും പഠിക്കുന്നില്ല. അവരുടെ അശ്രദ്ധ കാരണമാണ് ഇത് സംഭവിച്ചത്. എൻ്റെ കുഞ്ഞ് മരണപ്പെട്ടു പോയെങ്കിൽ എന്ത് ചെയ്യും? സംഭവത്തിൽ DMO റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നിർധന കുടുംബമായതിനാൽ പണം നൽകി പരാതി ഒതുക്കി തീർക്കാൻ ജനപ്രതിനിധികൾ മുഖേന പലരും സമീപിച്ചു. വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടിലെങ്ങും വോട്ടങ്കം. കോഴിക്കോട് വടകരയിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കം സംസ്ഥാന നേതൃത്വത്തിലേക്ക്. കല്ലാമലയിൽ മുല്ലപ്പള്ളി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന കെ മുരളീധരന്റെ നിലപാടിന് പിന്തുണയുമായി ഉമ്മൻചാണ്ടിയും രംഗത്തെത്തി. KPCC തീരുമാനത്തിന് വിരുദ്ധമായാണ് മുല്ലപ്പള്ളി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്ന് വ്യക്തമാക്കുന്ന സർക്കുലറും പുറത്തുവന്നു. വടകര ബ്ലോക്ക് പഞ്ചായത്തിലെ കല്ലാമലയിൽ KPCC പ്രസിഡന്റ് തന്നെ വിമത സ്ഥാനാർത്ഥിയെ നിർത്തിയതിനെ തുടർന്നുള്ള തർക്കമാണ് സംസ്ഥാന നേതാക്കളും ഏറ്റുപിടിക്കുന്നത്. മുല്ലപ്പള്ളിയെ ചോദ്യം ചെയ്ത് രംഗത്തുവന്ന കെ മുരളീധരന്റെ പിന്തുണയുമായി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. മുരളീധരൻ ഉയർത്തിയത് ഗൌരവമുള്ള വിഷയമാണെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ശ്രീ മുരളീധരൻ കോൺഗ്രസിന്റെ സീനിയർ ലീഡറാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ഗൌരവത്തോടെ എടുക്കുന്ന നേതൃത്വം അതിന് പരിഹാരം ഉണ്ടാക്കും. മുരളീധരന്റെ വിമർശനം തള്ളിക്കളഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുതിർന്ന നേതാവെന്ന നിലയിൽ സംയമനം പാലിക്കണമെന്നായിരുന്നു ഉപദേശിച്ചത്. ജയകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തു.
എന്നാൽ മുല്ലപ്പള്ളിയുടെ നിലപാട് പക്ഷേ KPCC തീരുമാനത്തിന് വിരുദ്ധമാണെന്ന് പാർട്ടി സർക്കുലർ തന്നെ വ്യക്തമാക്കുന്നു. മണ്ഡലം സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാകണം സ്ഥാനാർത്ഥി നിർണയമെന്നും അതത് പ്രദേശത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യവും വിജയസാധ്യതയും പരിഗണിച്ചാവണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. തർക്കം മുറുകിയതോടെ പ്രശ്നപരിഹാരത്തിന് നീക്കം തുടങ്ങിയിട്ടുണ്ട്. കല്ലാമലയിലെ തർക്കം എത്രയും വേഗം പരിഹരിക്കുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് ടി സിദ്ദിഖ് പറഞ്ഞു. അവിടെ ചെറിയതായിരിക്കുന്ന ഒരു പ്രയാസം വന്നു. ആ വന്നത് പരിഹരിക്കാനുള്ള കൂടിയാലോചനകൾ തുടരുകയാണ്. ഒരു ഇതിനേക്കാൾ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്നണികൾ തകർന്നു പോകുന്നിടത്ത് നിന്ന് മുന്നണി ബന്ധത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ചുരുങ്ങിയ സ്ഥലങ്ങളിൽ. ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അത് പരിഹരിക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു. കോൺഗ്രസും ലീഗും RMPയും ഉൾപ്പെടുന്ന ജനകീയ മുന്നണിയിലെ ധാരണപ്രകാരം കല്ലാമല സീറ്റ് RMPക്കാണ്. ഇവിടെ വിമത സ്ഥാനാർത്ഥിക്ക് മുല്ലപ്പള്ളി കൈപ്പത്ത് ചിഹ്നം അനുവദിച്ചതാണ് വിവാദമായത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. ജലസംരക്ഷണത്തിൽ കുട്ടികൾക്ക് പലതും സാധ്യമാണ്. ഇത് തെളിയിക്കുകയാണ് തമിഴ്നാട് ധർമ്മപുരി കൃഷ്ണഗിരി മേഖല. കർഷകരുടെയും സ്ത്രീ സ്വയം സഹായ സംഘങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഒരു NGO നടപ്പാക്കുന്ന പദ്ധതികൾ. My names are Murugan Ithiraj. I work with Mairada NGO in Dharmaburi Krishnagiri project. With the support of Rakit Bangai sir, we have been facilitating water security project in Krishnagiri district. We work in 3 clusters in 15 villages. In these villages, we create additional water storage structures, and we have the target of 73,000 kiloliter, and we have already completed 50% of our work. And in these communities, we closely work with the farmers group and women SHGs. But one of the unique things in this project is about children groups. There are 12 children groups in 3 clusters, namely Irudukotai, Kommepalli and Urigam. Around 200 children are there in our children groups. We train the children on water security and health. A set of modules on water security and health is prepared. The topics covered in the module are understanding hydrological cycle, understanding the groundwater, aquifer, water sufficiency, efficiency and groundwater management. The topics covered in health are personal hygiene, menstrual hygiene, COVID-19 and its protection. We use these modules to train the children in the children groups. Our facilitators use user-friendly method, the child-friendly methodologies to train the children. Here is filtered, goes to directly well or drum. This is a fresh water. We have to use all purpose, which means animals washings, car washings, and we have to use also garden also.